Good morning, all. Good morning, ma'am. Morning. Good morning, ma'am. Okay, good morning. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് ഏതാണ് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയില് അല്ലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. വായിച്ചു നോക്കുന്നുണ്ടോ? എത്രത്തോളം വായിച്ചു നോക്കിയിരുന്നോ? അപ്പോ കുഴപ്പമില്ല അല്ലെ, നമുക്ക് ക്ലാസ് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഇത് തന്നെയാണ് അല്ലെ. സ്റ്റാർട്ടിങ് ഒരു ചെറിയ ട്രബിൾ ഉണ്ടാവും, എന്നാലും കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? ഒബ്ജക്റ്റീവ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടു അല്ലെ, ഓരോ സ്ഥാപനം ആവുമ്പോൾ അവിടെ വർക്കേഴ്സ് നല്ല സംതൃപ്തിയോടുകൂടി ജോലി ചെയ്താലാണ് അവര് നല്ല രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ് അല്ലെ പ്രകടനം കാഴ്ചവെക്കുകയുള്ളൂ. അങ്ങനെ തൃപ്തിയോടുകൂടി ജോലി ചെയ്യണമെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും എംപ്ലോയർ തൊഴിലുടമ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബെനഫിറ്റുകൾ അല്ലെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ ഉണ്ട്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളെല്ലാം എംപ്ലോയറെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടൊക്കെ നാം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും തത്വാധിഷ്ഠിതമായ രീതിയിൽ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം അവിടെ പ്രധാനമായിട്ടും എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെ, അവിടെയുള്ള തൊഴിലാളികളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള മെയിൻ ആയിട്ടുള്ള എയിമാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അത് റിവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ, അതായത് എന്താണ്, അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയർ തൊഴിലുടമയ്ക്ക് കുറച്ചും കൂടി റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള പാക്കേജുകൾ മാത്രം അല്ലെ, അതിനു വേണ്ടിയിട്ട് ഉള്ള പാക്കേജുകൾ ആയിരിക്കരുത്. അപ്പൊ അത് തത്വാധിഷ്ഠിതമായിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളാണ് ഇവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു തത്വത്തില് അധിഷ്ഠിതമായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ക്ലാസ് എടുക്കാലോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, so first principles നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്താണ് പറയുന്നത്? ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. ഇത്തരത്തിൽ നമ്മൾ ബെനിഫിറ്റുകൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളെല്ലാം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ് മസ്റ്റ് ബി ട്രൂലി ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയീസ്. ദ എംപ്ലോയീസ് ഡു നോട്ട് അപ്രീസിയേറ്റ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബെനിഫിറ്റ് അല്ലെ, അതിന്റെ ഗുണം കിട്ടേണ്ടത് ആർക്കാണ് ഗുണം കിട്ടേണ്ടത്? ആർക്കാ ഗുണം കിട്ടേണ്ടത്? ശരിക്കും ഫ്രിഞ്ച് ബെനിഫിറ്റ് എംപ്ലോയീസിന് അല്ലെ, അവർക്കായിരിക്കണം തീർച്ചയായിട്ടും ആ ഗുണം കിട്ടേണ്ടത്, പ്രയോജനകരം ആയിരിക്കണം അല്ലെ. അവർക്ക് ഗുണപരമായിട്ടുള്ള തരത്തിലുള്ള ബെനിഫിറ്റുകളാണ്, പാക്കേജുകളാണ് മസ്റ്റായിട്ടും നടപ്പാക്കേണ്ടത്. The employees do not appreciate superficial fringe benefits. അതായത് അവിടെ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു അല്ലെ ഒരു ഉപരിവിപ്ലവം എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അതായത് എംപ്ലോയർ നമ്മൾ ഇത് സ്പോൺസർ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നത്, അല്ല ഒരു അഹങ്കാര ഭാവത്തോടു കൂടി ആവരുത്. അതായത് അവർക്ക് സംതൃപ്തിപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കേജസ് എംപ്ലോയീസിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ കുത്തി നോവിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളൊന്നും അവിടെ അവലംബിക്കാനായിട്ട് പാടില്ല. ശരിയല്ലേ? അപ്പൊ സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്, അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇവരെ കൂടി അല്ലെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിട്ട്, അവിടെയുള്ള ജീവനക്കാർക്ക് ഗുണകരമായിട്ടുള്ള
ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും എംപ്ലോയീസ് ഡു നോട്ട് അപ്രീഷിയേറ്റ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഈ ബെനിഫിറ്റ്സിന്റെ പേരിൽ ഒരു അഹംഭാവം ഒന്നും ആര് കാണിക്കാൻ പാടില്ല? എംപ്ലോയർ കാണിക്കാനായിട്ട് പാടുള്ളതല്ല. ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്? ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എ സിൻസിയർ കൺസേൺ for the welfare of employees. The management should not experience any pressure, nor should they adopt a sense of superiority because of their position as the donors. അതായത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സേവനത്തിന്റെ ബേസിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം എംപ്ലോയർ കൊടുക്കേണ്ടത്. The management should not experience any pressure. ഇത് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് ഉള്ള അടിസ്ഥാനത്തിൽ ഒരു പ്രഷറും ആർക്ക് കൊടുക്കാൻ പാടില്ല? അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിലൊന്നും സ്ട്രെസ് ഒന്നും കൊടുക്കാൻ പാടില്ല അല്ലെ? ആരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതില്? എംപ്ലോയീസിനെ കൊണ്ട് അല്ലെ? നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് പ്രഷർ ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാനൊന്നും പാടില്ല. Nor should they adopt a sense of superiority because of their position as a donors. അതായത് അവരെപ്പോഴും ഡോണേഴ്സ് എന്നുള്ള ഒരു അഹംഭാവത്തോട് കൂടിയിട്ട് അവരെ കൊണ്ട് അല്ലെ ആ ഒരു സുപ്പീരിയോറിറ്റി കാണിച്ച് അവരെ കൊണ്ട് തൊഴിലൊന്നും ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. The benefit should be proportionate to the cost. Second point okay അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് തന്നെ തുടർച്ചയാണ്. Then third point നോക്കാം. എന്താണ്? The benefit should be proportionate to the. അതെ സെയിം ആണ്. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിന് ഒരു തുടർച്ച എന്നോണമാണ്. തേർഡ് പോയിന്റ് നോക്കാം. The benefit should be proportionate to the cost. അതായത് നമ്മുടെ തീർച്ചയായിട്ടും അവിടെ നമുക്കറിയാം ഒരു ചെലവ് അല്ലേ? ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു നിശ്ചിത ശതമാനം വരുമാനം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ചെലവും കൂടി അവിടെ ഉണ്ടാവും അല്ലെ? അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള ഒരു ചെലവിലേക്ക് ബെനിഫിറ്റ് ഒന്നും ആവാൻ പാടില്ല. അപ്പൊ എന്താണ്? കോസ്റ്റിനോട് പ്രൊപ്പോർഷനേറ്റ് തരത്തിലുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത്. അത് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ നിന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിറ്റ് പാക്കേജുകളാണ് പ്രധാനമായിട്ടും കൊണ്ടുവരേണ്ടത്. ഓക്കെ അല്ലേ? The benefit should be proportionate to the cost. ഓക്കെ, അധിക ചെലവ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേർഡൻ ആയിരിക്കും അല്ലെ? ഇവരെ സംബന്ധിച്ച് എംപ്ലോയീസിനെ കൊണ്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം എന്താണ് അവരെ കൊണ്ട് സ്ട്രെസ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി വരിക. അപ്പൊ കോസ്റ്റിന് അനുപാതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് പാക്കേജ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? പുറത്തിലേക്ക് പോവാലോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് must be well planned and should be considered by everyone. ഓക്കെ, നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ബെനിഫിറ്റ്സ് അല്ലെ? ബെനിഫിറ്റുകൾ എപ്പോഴും എന്താണ്? ആസൂത്രണപരമായിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ബെനിഫിറ്റുകളായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? എവരിവൺ അല്ലെ? എല്ലാവരും എന്താണ്? എല്ലാവരും അതില് പങ്കാളിയാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അല്ലെ? എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മള് ഒരു ചെറിയ തൊഴിലാളികളെ അല്ലെ? ഒരു ഗണം തൊഴിലാളികൾക്ക് മാത്രം അല്ലെ കൺസിഡർ ചെയ്യാനോ മൊത്തത്തില് എല്ലാ തൊഴിലാളികളെയും കൂടി കൺസിഡർ ചെയ്ത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളാണ് തീർച്ചയായിട്ടും അവലംബിക്കേണ്ടത്. അത് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതാണ്. അല്ലേ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി well planned and should be considered by everyone. Okay അല്ലേ? ആ പോയിന്റ് ഒന്നുകൂടെ പറയാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി വെൽ പ്ലാൻഡ്, അതായത് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്യണം. ദെൻ വീണ്ടും പറയുന്നു ആൻഡ് ഷുഡ് ബി കൺസിഡർഡ് ബൈ എവരിവൺ, എല്ലാവരെയും കൂടി പരിഗണിച്ചിട്ട് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് ആയിരിക്കണം അല്ലെ? അവിടെ ഒരു ചെറിയ ഗണത്തിനെ ഒന്നും മാറ്റി നിർത്താൻ പാടില്ല. അവിടെയുള്ള തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒരു കൺസിഡറേഷൻ, ഒരു പരിഗണന കൊടുത്തിട്ടുള്ള നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിരിക്കണം അല്ലെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് തീർച്ചയായിട്ടും ബെനിഫിറ്റഡ് ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കൊണ്ടുവരിക അല്ലെ? അവിടെ നിയമനിർവഹണ സമിതിയിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ, എന്തൊക്കെ
പാക്കേജുകളൊക്കെ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന് ആസൂത്രണം ചെയ്യുന്നത്. അവർ ആസൂത്രണം ചെയ്യുമ്പോൾ എല്ലാവരെയും കൂടി പരിഗണിച്ചിട്ട് എല്ലാവർക്കും അനുയോജ്യമായ തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് പാക്കേജുകളാണ് ആസൂത്രണം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Concern of employees should be respected as far as possible, and the negotiating capacity of the labor union should also be taken into consideration. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരെയും അല്ലെ എല്ലാവരെയും ബഹുമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം നമ്മൾ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആൻഡ് ദ നെഗോഷിയേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ ലേബർ യൂണിയൻ. അല്ലെ, നമുക്കറിയാം തൊഴിലാളികളൊക്കെ ആവുമ്പോൾ തൊഴിൽ സംഘടനകളൊക്കെ ഉണ്ട്, യൂണിയനൊക്കെ ഉണ്ടാവും. അവരുടെയും കൂടി പരിഗണിക്കണം. അല്ലെ, അവര് ചില ആശയങ്ങൾ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കും. മൊത്തത്തില് തൊഴിലാളികളുടെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ടായിരിക്കും യൂണിയനുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പൊ അവരുടെയും കൂടി അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ രൂപീകരിക്കാനായിട്ട്. Okay, concern of employees should be respected as far as possible. Okay, അവിടെ വീണ്ടും പറയുന്നു and the negotiating capacity of the labor union should also be taken into consideration. യൂണിയൻ ഉണ്ടെങ്കിൽ യൂണിയന്റെയും കൂടി പരിഗണന, അല്ലെ, അവരുടെയും കൂടി ആശയങ്ങളും കൂടി പരിഗണിച്ചിട്ട് വേണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ രൂപീകരിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രിൻസിപ്പൾസ് ആയതുകൊണ്ട് കുറച്ച് പോയിന്റ് കൂടി ഉള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും. ഒപ്പം നമുക്കറിയാം മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ കൊണ്ട് നല്ല രീതിയിൽ, അല്ലെ, നല്ല തൃപ്തിയോടുകൂടി ജോലി ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് കൂടുതൽ, അല്ലെ, ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട് നേടിയെടുക്കാനാണ്. അപ്പൊ അതിലെ പ്രിൻസിപ്പിൾസിലെ 6th one നോക്കാം. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് and adequate finance should be made available. അപ്പൊ നമ്മൾ it should be possible to estimate the cost of benefits. അല്ലെ, അത് നമ്മൾ ഏത് ബെനിഫിറ്റ് കൊടുത്താലും അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അത് വിലമതിക്കത്തക്ക വിധത്തില് കൺസിഡർ ചെയ്യാൻ പറ്റിയിരിക്കണം. അല്ലെ, കേസ് നമ്മളൊരു ടൂർ പാക്കേജ് കൊടുക്കുകയാണ്, നമുക്കറിയാം, അല്ലെ, അവിടെ ഒരുപാട് നാള് വർക്ക് ചെയ്ത് നല്ല ടാർജറ്റ് ഒക്കെ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഒരു ടൂർ പാക്കേജ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫിനാൻസ് അതിലുണ്ട് എന്നുള്ളത് പരിഗണിക്കാനായിട്ട് പറ്റും. അല്ലെ, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, അവർക്ക് അതിനിടയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ്. അല്ലെ, ചില പാക്കേജുകളെല്ലാം അല്ലെ മോണിറ്ററി ആയിട്ട് തന്നെ അവർക്ക് കയ്യിലല്ല കൊടുക്കുന്നത് എങ്കിൽ കൂടി വില കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളായിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നു അഡ്വക്കേറ്റ് ഫിനാൻസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അതിന് മതിയായിട്ടുള്ള ഒരു ഫിനാൻസ്. ഓക്കെ, നമുക്കറിയാം ഒരു ചെറിയ പിക്നിക്കും ഒരു നീണ്ട ലോങ് ആയിട്ടുള്ള പിക്നിക്കും വരുമ്പോൾ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ ഫിനാൻസ് കൂടുതൽ ആവശ്യം വരില്ലേ? ഒരു ടൂർ പാക്കേജ് 1 day ട്രിപ്പ് ഉണ്ട്, അല്ലെ, ഒന്ന് സ്റ്റേ ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെതായ ഫിനാൻസിന് വ്യത്യാസം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് അനുസരിച്ചിട്ട് നമുക്കറിയാം ഒരു കൺസിഡർ ചെയ്യാനായിട്ട്, അല്ലെ, ആദ്യമായിട്ട് മതിയായിട്ടുള്ള ഒരു ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടതാണ്. തൃപ്തികരമല്ലാത്ത രീതിയിൽ ഒരു റഫായിട്ട്, അല്ലെ, ഏതെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമുക്കറിയാം വളരെ ചീപ്പായിട്ടുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, നല്ല രീതിയിൽ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പേരിനൊരു അലവൻസ് കൊടുത്തു എന്നുള്ള രീതിയിൽ, അല്ലെ, അലവൻസ് അല്ലെങ്കിൽ കൂടി നമുക്ക് മോണിറ്ററി അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും പാക്കേജസ് കൊടുക്കുമ്പോഴൊക്കെ അത് റഫായിട്ടുള്ള രീതിയിലായിരിക്കരുത്. അവിടെ ഒരു ഫിനാൻസ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിൽ, അല്ലെ, വിലമതിക്കുന്ന തരത്തിലായിരിക്കണം. മതിയായ തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേറ്റ്, അല്ലെ, ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 7th point നോക്കാം. The benefit must be as broad based as possible. That is, it should be applicable to as a large number of employees as possible. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട്, അല്ലെ, കഴിയുന്നതും ഒരുപാട് വ്യക്തികൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അല്ലെ, അതിന് ഗുണപരമായിട്ടുള്ള it should be applicable to as a large number of employees as possible. അവർക്ക് കൂടുതലും വ്യക്തികൾക്ക് അനുകൂലമായ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആയിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. The benefit must be broad based as possible.
ദാറ്റ് എക്സാമ്പിൾ പറയുന്നു, ഇറ്റ് ഷുഡ് ബി ആപ്ലിക്കബിൾ ടു ആസ് ലാർജ് എ നമ്പർ ഓഫ് എംപ്ലോയീസ് ആസ് പോസിബിൾ. അപ്പൊ കൂടുതലും എന്താണ് കഴിയുന്നതും ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ള പാക്കേജസ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? Okay, then next last one നോക്കാം. Employees should be well informed about using the benefit of a maximum advantage. For example, if it is a monetary form, employees should be educated on how to invest wisely or how to use sensibly and not misuse away the money received. നമ്മളിപ്പോ ഇൻ കേസ് ബെനഫിഷ്യൽ ആയിട്ട് അല്ലെ ഒരു പാക്കേജ് കൊടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ട് അല്ലെ മോണിറ്ററി ആയിട്ട് തന്നെ സാലറി കൂട്ടി കൊടുക്കുകയോ അലവൻസ് ആയിട്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എന്താണ് നേരിട്ട് തന്നെ ഫണ്ട് കൂട്ടി കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബൾക്ക് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അവർ മിസ്യൂസ് ചെയ്യാനല്ലേ അത് കിട്ടിയ വഴിയെ തന്നെ ചെലവഴിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവില്ലേ അല്ലേ? നമ്മുടെ കയ്യിൽ ഫണ്ട് കിട്ടുമ്പോൾ ചിലരൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യും, അത്യാവശ്യം അടിച്ചൊക്കെ പൊളിക്കും. ചിലരൊക്കെ എന്താണ് കിട്ടിയ ഫണ്ട് എന്ത് അലവൻസ് അല്ലെ എന്തെങ്കിലും കൂടുതൽ സാലറി കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് എങ്ങനെ തീർന്നെന്ന് അറിയില്ല, അതിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്തത് അല്ലെ തീർത്ത് കളയും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, ഇഫ് ഇറ്റ് ഈസ് ദ മോണിറ്ററി ഫോം എംപ്ലോയീസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഓൺ ഹൗ ടു ഇൻവെസ്റ്റ് വൈസ്ലി അല്ലെ. അത് ബുദ്ധിപൂർവ്വം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കറിയാം പോളിസികളിലൊക്കെ ഇടുകയോ അല്ലെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം അല്ലെ എൻജോയ്മെന്റ് ചെയ്യാനായിട്ട് എല്ലാവരും താല്പര്യപ്പെടുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത് മിസ്യൂസ് ചെയ്ത് അല്ലെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയാത്ത വിധത്തില് ഏതെങ്കിലും രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു വഴിയും കൂടിയും എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. Employees should be well informed about using the benefit to maximum advantage. ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് നല്ല ഗുണം കിട്ടണം അല്ലെ. അവര് എന്നും ഓർക്കത്തക്ക വിധത്തിൽ അവരുടെ എംപ്ലോയീസിന് അത് കിട്ടി അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ അവർക്ക് വീണ്ടും തൊഴിലിനോട് അല്ലെ ഇച്ചിരി കൂടി ഒരു എന്താ പറയാ ഒരു ഇച്ചിരി കൂടെ താല്പര്യം കുറഞ്ഞു വരും. കാരണം അല്ല അഥവാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തൊഴിലിനോടും ഒരു ആത്മാർത്ഥത ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് അല്ലെ. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ ഒരു സാധ്യത അല്ലെ അത് ഈ മോണിറ്ററി ബെനിഫിറ്റ് നിന്നുകൊണ്ട് കിട്ടിയതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും എന്താണ് അവർക്ക് ഒരു താല്പര്യം ജോലിയോട് താല്പര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ നിർദ്ദേശിക്കേണ്ടതാണ് എന്നുള്ളതാണ് ലാസ്റ്റ് പ്രിൻസിപ്പളിൽ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾസ് ഒക്കെ ജസ്റ്റ് വായിച്ചു നോക്കാം. ചിലപ്പോഴൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയായിരിക്കണം എന്നുള്ളതല്ലേ, എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യേണ്ടതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? പ്രിൻസിപ്പിൾസ് ഒക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ പറയേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണ്. സ്ലോ ആയിട്ട് പറയണമെന്നാണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്. ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിന് നോക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റ് പാക്കേജുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ട്? നിങ്ങൾക്ക് അറിയാവുന്നത് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ ഉണ്ടാവും? എന്തെങ്കിലുമൊക്കെ അലവൻസുകൾ കൊടുക്കാറുണ്ടോ? മോണിറ്ററി ആയിട്ടും നോൺ മോണിറ്ററി ആയിട്ടും സാലറി അല്ലാതെ കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളെല്ലാം എംപ്ലോയേഴ്സ് എംപ്ലോയിക്ക് കൊടുക്കും അല്ലെ? അത് ഏതൊക്കെ തരത്തിലുള്ള പാക്കേജുകളാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മിസ് പറഞ്ഞു ഞങ്ങൾ അതിന്റെ ഒപ്പം തന്നെ അല്ലെ ക്യാച്ച് ചെയ്തോളാന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ? ഇത് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതില് കൃത്യമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലെ കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ് ആണെന്നത് പറയുന്നുണ്ട്. നോക്കാം. ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ പറയുന്നത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, എംപ്ലോയി സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ, വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അങ്ങനെ ഒരു 4 കാറ്റഗറി ആയിട്ട് 5 കാറ്റഗറി ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അതിൽ വീണ്ടും ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, അതായത് നമ്മളിപ്പോ ചെയ്യുന്ന സമയത്തിന് കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ? നമുക്ക് തരുന്ന ഒരു ടൈം അല്ലാതെ തന്നെ ഓവർ ടൈം ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യൂലേ അല്ലെ? അപ്പൊ ആ ഓവർ ടൈം ഡ്യൂട്ടിക്ക് OT ഓവർ ടൈം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബെനിഫിറ്റുകളെല്ലാം ഏതോ ഒരു കമ്പനി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും കൊടുക്കും. ആ ഒരു OTക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കണ്ടുകൊണ്ട് തന്നെ ചിലരെല്ലാം OT, നമുക്കറിയാം അഡീഷണൽ ആയിട്ടാണ് അത് ഓൾറെഡി അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, അതിനോടൊപ്പം തന്നെയാണ് അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത് അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടത്. അതിനുള്ള പാക്കേജുകളാണ് ഇവിടെ പേയ്മെന്റ് ഓഫ് ടൈം നോട്ട് വർക്ക്ഡ് എന്നുള്ളതിൽ വരുന്നത്. പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് ഒക്കേഷൻ. അപ്പൊ അത് ആ ഒരു രീതിയിൽ അല്ലെ വർക്കിംഗ് അവേഴ്സിന്റെ ബേസിൽ കിട്ടുന്ന ഒരു ഇതാണ്. വീണ്ടും എംപ്ലോയീസ് സെക്യൂരിറ്റി, അവിടെ നമ്മൾക്ക് വീണ്ടും എന്താണ് അവിടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സുരക്ഷ വരുന്നുണ്ട് അല്ലെ? ഇൻ കേസ് അവരെ പിരിച്ചു വിടുകയാണെങ്കിൽ അവർക്ക് അല്ലെ, നമ്മളിപ്പോ ഏതൊരു കമ്പനിയിൽ പോകുമ്പോഴും നമുക്കറിയാം സുരക്ഷിതമായിട്ട് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ കമ്പനിയിൽ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പനിക്ക് എന്തെങ്കിലും അല്ലെ ഒരു ഷോർട്ടേജ്, ഇൻ കേസ് അത് നന്നായിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെയുള്ള തൊഴിലാളികളൊക്കെ പിരിച്ചുവിടും. അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്തും എന്താണ് ഇവർക്ക് എന്തെങ്കിലും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള 2 കോമ്പൻസേഷൻ ആണ് എന്താണ് പ്രധാനമായിട്ടും പറയുന്ന റിട്രേച്ച്മെന്റ് അല്ലെ? റിട്രേച്ച്മെന്റ് കോമ്പൻസേഷൻ RC എന്നുള്ള രീതിയിൽ, ദെൻ ലേ ഓഫ് കോമ്പൻസേഷൻ. നിങ്ങൾ ഇത് ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ, കാരണം സ്റ്റക്ക് ആവുന്നു. കാരണം അതിന്റെ താഴേക്ക് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടോ, അതിൽ ഓരോന്നും പറയുന്നുണ്ട്. എന്താണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എംപ്ലോയീസ് സെക്യൂരിറ്റി പറഞ്ഞ 2 കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. ലേ ഓഫ് കോമ്പൻസേഷനും റിട്രേച്ച്മെന്റ് കോമ്പൻസേഷൻ എന്താന്ന് പറയുന്നുണ്ട്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ, അങ്ങനെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ആ ഒരു ഫോർമാറ്റ് മാത്രമാണ് അവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോ നോക്കി മനസ്സിലാക്കിയെടുക്കാം പലതരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത്.
പിന്നെ അതില് അപ്പോ ആ രണ്ട് കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെ ഒരു പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ ഒരു കോമ്പൻസേഷൻ കിട്ടാമെന്നുള്ളതാണ്. ദെൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻ അല്ലെ, നമുക്കറിയാം ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ പ്രൊഫഷനുകളൊക്കെ ഉണ്ട് അല്ലെ. അവരുടെ ആരോഗ്യം നമുക്കറിയാം ഓരോ സ്ഥാപനത്തിലും ക്യാൻറ്റീൻ സർവീസ് ഉണ്ട്, നല്ല ഫ്രഷ് വാട്ടർ ഒക്കെ അല്ലെങ്കിൽ എയർവേ അല്ലെ, അവർക്ക് നല്ല വെളിച്ചവും വെന്റിലേഷൻ എല്ലാത്തിനും AC എയർ കണ്ടീഷനിങ് സൗകര്യങ്ങളൊക്കെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ കൊടുക്കുന്നത്? അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ കൊടുക്കുന്നത്? അവരുടെ നല്ല ആരോഗ്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അല്ലെ. ചില സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ചെയ്യുമ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ കുറച്ച് ഫെസിലിറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. എല്ലാ സ്ഥാപനങ്ങളിലും ചിലപ്പോൾ ക്യാൻറ്റീൻ സർവീസ് ഒന്നും ഉണ്ടായെന്ന് വരില്ല. ശരിയല്ലേ? അല്ലേ? ഇവിടെ തന്നെ ഇല്ല എന്ന് തോന്നണം ക്യാൻറ്റീൻ സർവീസ്. ഓക്കെ. അപ്പൊ ചില സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ചിലരുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെ, ഒരുപാട് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ്. അതിൽ നോക്കുമ്പോൾ നമുക്കറിയാം ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളം അവിടെ പറയുന്നുണ്ട്. ഹൗസിംഗ്, ക്യാൻറ്റീൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയീസ് കൗൺസിലിംഗ്, ലീഗൽ അസിസ്റ്റൻസ്. ഓക്കെ. അതെ, അത് ശരിയാണ്. നമുക്കറിയാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതിന്റെ പിന്നില് അവര് നമുക്കറിയാവുള്ളൂ ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാതെ കൃത്യസമയത്തിന് ഉള്ളിൽ തന്നെ അവിടെ തിരിച്ചെത്തണം അല്ലെ. ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ എല്ലാവരും പേയ്മെന്റ് കൊടുക്കും. ഒരു നിശ്ചിത എമൗണ്ട് പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവര് ഇത്തരത്തിലുള്ള സർവീസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ അതിനനുസരിച്ചിട്ട് ഒരു കളക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം മിസ്യൂസ് ചെയ്യാതെ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാനും പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കറിയാം എല്ലാത്തിലും അവിടെ ഒരു എംപ്ലോയറിന്റെയും കൂടി ഒരു കാര്യം നടക്കുന്നുണ്ട് അല്ലെ. അവരുടെയും കൂടി ഒരു ഫിനാൻസ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാണോ? ഓക്കെ. എങ്കിൽ കൂടി അവരുടെ ആരോഗ്യത്തിന് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നത്. നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ആവുമ്പോൾ ചെറിയ എമൗണ്ടിൽ കിട്ടാനും കൂടി ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. പുറത്തുനിന്നുള്ള ഫുഡിന് കൊടുക്കുന്ന അത്രയും വില കൊടുക്കാതെ തന്നെ ഒരു ചെറിയ പേയ്മെന്റ് കുറച്ച് അളവില് നമുക്ക് കിട്ടാനായിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവിടെ ഒരു ബെനിഫിറ്റ് എംപ്ലോയിക്കും കിട്ടുന്നുണ്ട്. ഓക്കെ. അതാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ കൂടി. നെക്സ്റ്റ് പറയുന്നത് വെൽഫെയർ ആൻഡ് അതിൽ പറയുന്ന മറ്റൊരു പേര് വെൽഫെയർ സെക്ഷൻ അല്ലെ. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ഹോളിഡേയ്സ്, ഹോംസ്, നമുക്കറിയാം അല്ലെ. ഒരുപാട് എല്ലാ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുമ്പോഴും അവിടെ വീടുകളിലേക്കൊക്കെ അല്ലെ ഹൗസ് റെന്റ് അലവൻസ് ഒക്കെ കൊടുത്ത് പാക്കേജ് ഒക്കെ കൊടുത്തിട്ട് അവിടെ പിടിച്ചു നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിക്നിക് ആൻഡ് പാർട്ടീസ്, പറയുന്നത് മിസ്ലേനിയസ് ആയിട്ടുള്ള അല്ലെ പലതരത്തിലുള്ള ഒരു പാക്കേജുകളെല്ലാം ഇത് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. നെക്സ്റ്റ് നോക്കുമ്പോൾ ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഓൾഡ് ഏജ് ആവുമ്പോൾ അല്ലെ നമുക്കറിയാം ഒരു സ്ഥാപനത്തിന് നമ്മള് സേവനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കും അല്ലെ. അതുകൊണ്ടാണല്ലോ ഈ ബെനിഫിറ്റ്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ പലതരത്തിലുള്ള സർവീസുകൾ ഉണ്ടോ എന്ന് നോക്കും. ഓവർ ടൈം ഡ്യൂട്ടിക്കുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇൻ കേസ് റിട്ടയർമെന്റ് ടൈം ആവുമ്പോഴും എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉണ്ടോ എന്ന് നോക്കും അല്ലെ. പൊതുവേ നമുക്കറിയാം ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഇപ്പൊ ഇച്ചിരി കൂടി ഡിമാൻഡ് കുറവാണ് അല്ലെ. ഇച്ചിരി കൂടി പെൻഷൻ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടീസ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഗവൺമെന്റ് എംപ്ലോയീസ് പ്രിഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പെൻഷൻ കിട്ടും എന്നുള്ള ഒരു മൈൻഡാണ്. ശരിയല്ലേ? ആണോ? വേണ്ട. ഓക്കെ. അപ്പൊ ആ ഒരു ഇതാണ് അല്ലെ ഒരു എയിം ചെയ്യുന്നത്, ഒരു ലക്ഷ്യമിടുന്നത് ഒരു പെൻഷൻ അല്ലെ. ഒരു റിട്ടയർമെന്റിന് ശേഷം നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ എന്തായാലും കിട്ടും എന്നൊക്കെ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അവിടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, അതായത് ചില ഇൻഷുറൻസ് പാക്കേജുകളെല്ലാം അല്ലെ. അവിടെ നമുക്കറിയാം തൊഴിലുടമയിൽ നിന്നും കുറച്ച് എമൗണ്ട് ഒക്കെ പിടിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഫണ്ട് രൂപീകരണമൊക്കെ നടക്കുന്നതെങ്കിലും അവിടെ തീർച്ചയായിട്ടും മെയിനായിട്ട് എംപ്ലോയീസിന് ആവശ്യം വരുമ്പോഴല്ലേ കിട്ടേണ്ട അർഹത കിട്ടേണ്ട സമയങ്ങളിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അവര് ഒരുപക്ഷെ സാലറിയിൽ ഒരു നിശ്ചിത ശതമാനം PF വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും അവിടെ പിടിക്കുമെങ്കിലും
എന്താണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ, അങ്ങനത്തെ ഒരു ടൈം ആവുമ്പോ പെൻഷന്റെ ടൈം ആവുമ്പോ പെൻഷൻ കിട്ടുന്നു. എന്താണ് ഹോസ്പിറ്റലിൽ കേസ് എന്തെങ്കിലുമൊക്കെ ഹെൽത്തുമായ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ എന്താണ് എംപ്ലോയീസിന്റെ ബെനിഫിഷ്യന് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ തന്നെയാണ്. ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, തന്നെ അത്തരത്തിലാണ് അല്ലേ. അവിടെ പെൻഷൻ ബെനിഫിറ്റ്സ് അവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. പെൻഷൻ ബെനിഫിറ്റ്സ് എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ചാർട്ട് രൂപേണയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ആ ചാർട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഒരു മിനിറ്റ് നിങ്ങൾ നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ എവിടെയെങ്കിലും അല്ലെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ ലാസ്റ്റ് പോയിന്റ് കിടക്കുന്നത് പെൻഷൻ ബെനിഫിറ്റുകളാണ് കേട്ടോ. പെൻഷൻ ബെനിഫിറ്റ്സ് ജസ്റ്റ് ചാർട്ട് ഒന്ന് നോക്കിയോ? അപ്പൊ ഒരു പോയിന്റെങ്കിലും എടുത്ത് വിടാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. ചാർട്ട് മുഴുവനും ഞാൻ മസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടില്ല. കാരണം നമുക്ക് താഴേക്കും കൂടി പഠിച്ചു പോരുമ്പോഴാണ് അതൊന്നും കൂടി ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ വീണ്ടും സമയം പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞു പോയേ ഉള്ളൂ. ഓക്കെ അല്ലേ? പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ടൈമിന്റെ അടിസ്ഥാനത്തില്, ജോലി ചെയ്യുന്നതിന്റെ ടൈമിന്റെ അടിസ്ഥാനത്തില്, തന്നെ അതേമാതിരി തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇൻ കേസ് അല്ല ആ സ്ഥാപനം നിന്ന് പോയാലും നിലച്ചു പോയാലും അവർക്ക് ചെറിയ ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പാക്കേജുകളുണ്ട്. അതേമാതിരി തന്നെ എന്താണ് ജോലി ചെയ്യുന്ന സമയം കഴിഞ്ഞ് അല്ലെ ഒരു ഓൾഡ് ഏജ് ആവുന്ന സമയത്തും ബെനിഫിറ്റുകൾ ഏതൊരു കമ്പനിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ടാണിത്. അപ്പൊ നമുക്ക് താഴേക്ക് പോകാം. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വർക്ക് ചെയ്യാത്ത സമയങ്ങളിലുമുള്ള പേയ്മെന്റ് അല്ലെ. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, ദിസ് കാറ്റഗറീസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതിന്റെ താഴെ പറയുന്നത് നോക്കാം. എന്താണ് നമ്മൾ ചെയ്യാത്ത സമയത്ത് എങ്ങനെ കൂലി കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മളിപ്പോ അല്ലെ ഒരു മന്ത്ലി സാലറി മേടിക്കുമ്പോൾ മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ സൺഡേ ഹോളിഡേ ആയിരിക്കും അല്ലേ? ആണോ? അല്ലെ, മിക്ക സ്ഥാപനങ്ങളിലൊക്കെ സൺഡേ ഹോളിഡേ ആയിരിക്കും. അവിടെ സൺഡേ ഹോളിഡേ ആണെങ്കിലും അവിടെ വർക്കിംഗ് ഡേയിലുള്ള ഒരു പേയ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. അതാണ് അവിടെ പ്രധാനമായിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു പോയിന്റ്. ഹോളിഡേ പേ അല്ലെ, നമ്മള് ടൈം നോട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും പേയ്മെന്റ് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഹോളിഡേ പേ. വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേസ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. അതായത് നമുക്കറിയാം ഇൻ കേസ് നമ്മളിങ്ങനെ ഹോളിഡേകളിൽ ഇങ്ങനെയുള്ള ഹോളിഡേകളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കൊടുക്കണം അല്ലെ. ഇങ്ങനെയുള്ള സൺഡേക്ക് നമുക്കറിയാം മസ്റ്റായിട്ടും അവിടെ ഹോളിഡേ വേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെയുള്ള ഡേകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൂലി കൊടുക്കണം. ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. ഇപ്പൊ സാലറി ഇപ്പൊ ഈ അങ്ങനെയുള്ള അഡീഷണൽ ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്താൽ എന്ത് കൊടുക്കണം എന്ന് പറയുന്നത് സാധാരണ ദിവസവേതനത്തിന്റെ ഇരട്ടി വേതനം അല്ലെ. ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഹോളിഡേ ദിവസങ്ങളിൽ വർക്ക് ചെയ്താൽ കൊടുക്കേണ്ടതാണ്. ചിലർ കൊടുക്കും അല്ലെ. അത് മസ്റ്റായിട്ട് കൊടുക്കണമെന്നല്ലതല്ല, ഒരു പ്രിൻസിപ്പളിൽ പറയുന്ന കാര്യമല്ല. അത് ഏതൊരു സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ചിലര് നമുക്കറിയാം അത് ഒരു ദിവസത്തെ ഡബിൾ ആയിട്ട് കൊടുക്കും അല്ലെ. ആ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥാപനത്തില് രീതി അനുസരിച്ചിട്ട് ചിലപ്പോ ദിവസത്തെ കൂലിയുടെ ഇരട്ടി സാലറി കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓവർ ടൈം ചെയ്യുന്ന ഒരു കൺസിഡറേഷനിൽ അല്ലെ. ആ ഒരു ഹോളിഡേ ഡേയില് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഡബിൾ കൂലിയായിട്ട് കൊടുക്കാനായിട്ട് സന്നദ്ധരാകും. നെക്സ്റ്റ് നോക്കുമ്പോൾ പെയ്ഡ് ഹോളിഡേയ്സ്.
ഇവിടെ നമ്മൾ ആക്ട് അനുസരിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ആക്ടിന്റെ പ്രത്യേകത എന്താണ്? നിയമമാണ് അല്ലെ? അത് നിയമം ഫോളോ ചെയ്യാനായിട്ട് ഏതൊരു സ്ഥാപനം അവിടെ സന്നദ്ധരാണ്. ഇന്ന നിയമത്തിന് ബാധകമായിട്ടുള്ള സ്ഥാപനമാണ് എങ്കിൽ ആ നിയമം പറയുന്നത് കർശനമായിട്ട് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ല എങ്കിൽ ലീഗലായിട്ടുള്ള നടപടികൾ ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടത് വരും. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിലെല്ലാം നിയമവിധേയമായിട്ടുള്ള രജിസ്ട്രേഷൻ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതിനനുസരിച്ചിട്ടുള്ള വർക്കേഴ്സ് അതിന്റെ എണ്ണം ഒക്കെ പരിമിതമായിരിക്കും. അതേസമയം മതിയായ എണ്ണം വർക്ക് ചെയ്യുന്ന വ്യക്തികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ അവിടെ എടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഫോളോ ചെയ്യേണ്ടതും മസ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ദ ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ടിനെ കുറിച്ചിട്ടാണ്. സ്പെസിഫൈ ദാറ്റ് ആൻ അഡൽട്ട് വർക്കർ ഷാൾ ഹാവ് എ വീക്ക്ലി പെയ്ഡ് ഹോളിഡേ മോസ്റ്റ് പ്രോബബ്ലി ഓൺ എ സൺഡേ. അവിടെ പ്രധാനമായിട്ടും പറയുന്ന അല്ലെ, പൗരന്മാരെല്ലാവരും തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോളിഡേ വേണ്ടതാണ്. അത് പ്രോബബ്ലി പൊതുവെ ഏത് ദിവസമാണ്? സൺഡേ ആണ് ഹോളിഡേ ആയിട്ട് കൊണ്ടുപോകാറുള്ളത്. വർക്കർ ഹു ഈസ് deprived of weekly holidays is eligible for the number of days equal to the number of holidays he is deprived of in the same month. In case നമുക്കറിയാം ഈ ഒരു അല്ലെ എല്ലാ ഞായറാഴ്ചകളിലാണ് അവിടെ വർക്കിംഗ് ഹോളിഡേ വേണ്ടത്. ഇൻ കേസ് അങ്ങനെ വർക്കിംഗ് ഹോളിഡേ അവർക്ക് കൊടുക്കാനായിട്ട് അനുവദിക്കാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും മന്ത്ലി എങ്കിലും ആ ഹോളിഡേസ് അവർക്ക് അനുവദിക്കേണ്ടതാണ് അല്ലെ. സം ഓർഗനൈസേഷൻ ഗിവ് 2 paid holidays in a week. സാധാരണയായിട്ട് ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങൾ ചില കമ്പനികളൊക്കെ എന്താണ് 2 വർക്കിംഗ് ഹോളിഡേ കിട്ടാറുണ്ട്. നമ്മള് മിക്ക സ്ഥാപനങ്ങളിലും സൺഡേ മാത്രം ഹോളിഡേ കൊടുക്കുകയുള്ളൂ. അതിന്റെ പേയ്മെന്റ് കൊടുത്തിരിക്കും. ചില സ്ഥാപനങ്ങളൊക്കെ എന്താണ് 2 ഹോളിഡേ വിത്ത് പേയ്മെന്റോട് കൂടിയ 2 ഹോളിഡേ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ഫസ്റ്റ് 2 പോയിന്റ് ഞാൻ ഇപ്പൊ എടുത്തു. ഹോളിഡേ പേയും പെയ്ഡ് ഹോളിഡേസും ജസ്റ്റ് വായിച്ചു നോക്കാം. കിട്ടിയോ? ഓക്കെ ആണോ? അടുത്ത പോയിന്റിലേക്ക് പോകട്ടെ. ഹോളിഡേ പേ ഒന്നുകൂടി പറയണോ? വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേസ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. അതായത് അവിടെ എന്താണ് വർക്ക് ചെയ്യണം ഓൺ പെയ്ഡ് ഹോളിഡേസ് അല്ലെ, അവർക്ക് ഹോളിഡേ വർക്ക് ചെയ്ത ഓക്കെ ചില സ്ഥാപനങ്ങൾ അങ്ങനെ ഡബിൾ റേറ്റ് കിട്ടും. അതായത് ഒരു സാധാരണ ഇപ്പൊ ഒരു ദിവസക്കൂലി ഒരു 300 ആണെന്ന് വെച്ചോ. ആ ഹോളിഡേയില് ആരെങ്കിലും വർക്ക് ചെയ്യാൻ സന്നദ്ധരാണെന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് 300 പകരം 600 പേയ്മെന്റ് കൊടുക്കും. ചെറിയ സ്ഥാപനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലിയ സ്ഥാപനത്തിന്റെ ഇതൊന്നല്ല. ഒന്ന് അല്ലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമൊക്കെയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ചിലർക്ക് സന്നദ്ധരാണ് എങ്കിൽ അല്ലെ അത് എന്താണ് അവർക്ക് 600 കൂലി കൊടുക്കും. 300 ആണ് ഡെയിലി വേജസ് ആയിട്ട് അവർക്ക് കൊടുക്കണമെങ്കിൽ 600 ആയിട്ട് കൊടുക്കും. മീൻസ് കാരണം ആ ദിവസത്തിന്റെ ഇരട്ടി കൂലി അവർക്ക് വാഗ്ദാനം ചെയ്യും. നമുക്കറിയാം വലിയ വലിയ കമ്പനികളൊക്കെ ആവുമ്പോൾ അല്ലെ നല്ല സാലറി ഒക്കെ ഉണ്ട്. 1 day എന്നൊക്കെ പറയുമ്പോൾ നല്ല സാലറി ഉണ്ടാവും. അതിന്റെ ഡബിൾ റേറ്റ് എന്താണ് ഹോളിഡേ ദിവസം വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ നോർമൽ സാലറിയുടെ ഡബിൾ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയാ പെയ്ഡ് ഹോളിഡേസ്. ഓക്കെ, പെയ്ഡ് ഹോളിഡേസ് നോക്കിയോ?
അതായത് അവിടെ സൺഡേ ഒക്കെയാണ് ഹോളിഡേ ഒക്കെ വന്നത്. ഇൻ കേസ് സൺഡേ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെ, എല്ലാ വീക്കിലും സൺഡേ അവിടെ ഹോളിഡേ എടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്ലി അല്ലെ, ആ മന്ത്ലി തന്നെ എത്ര സൺഡേകൾ വന്നോ അതനുസരിച്ചിട്ടുള്ള ഹോളിഡേ അവർക്ക് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? equal to the number of holidays അല്ലെ, അവിടെ eligible for the number of days equal to the number of holidays. അവിടെ മന്ത്ലി അല്ലെ, മന്ത്ലി ആവുമ്പോഴേക്കും അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഡേയ്സുകൾ എല്ലാ സൺഡേകളെയും കൂട്ടി യോജിപ്പിച്ചിട്ട് മന്ത്ലി എൻഡിങ്ങിലൊക്കെ വേണമെങ്കിൽ അവർക്ക് ഹോളിഡേസ് എടുക്കാം അല്ലെ. അത് ഓരോ കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നതാണ്, അതനുസരിച്ചിട്ട് തന്നെ അത് മൂവ് ചെയ്യും. ചില സ്ഥാപനങ്ങളിൽ അങ്ങനെ സൺഡേ ഹോളിഡേ എടുക്കാനായിട്ട് അത് ഒന്നിച്ച് കൂട്ടി ഹോളിഡേ എടുക്കാനൊന്നും പറ്റില്ല അല്ലെ. ഒരു ടീച്ചിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ചിട്ട് മൺഡേ ടു സാറ്റർഡേ അല്ലെ, അത് അല്ലെങ്കിൽ ഫ്രൈഡേ അവിടെ വർക്കിംഗ് അവേഴ്സ് ആണ്. അവർക്ക് സൺഡേ ഹോളിഡേ ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അങ്ങനെ അല്ലാത്ത ചില കമ്പനികളൊക്കെ ഉണ്ട്, സൺഡേയും വർക്കിംഗ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ ചില വർക്കേഴ്സ് ഒക്കെ സൺഡേ വന്ന് വർക്ക് ചെയ്യും. എന്താണ് ലാസ്റ്റ് മന്ത്ലി എൻഡിങ്ങിലായിരിക്കും അവര് അതേ ദിവസം ഒന്നിച്ച് ഹോളിഡേ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, ഷിഫ്റ്റ് പ്രീമിയം. ഓക്കെ, ഷിഫ്റ്റ് പ്രീമിയത്തിൽ എന്താ പറയുന്നത്? ഇതൊക്കെ ചെറിയൊരു ഇതായതുകൊണ്ടാണ് ഉണ്ടാവുക. ബാക്കി ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇച്ചിരി സ്പീഡിൽ ക്യാച്ച് ചെയ്യുമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹൗസിംഗ്, ക്യാൻറ്റീൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ കുറച്ച് അല്ലെ ഒരു എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നോക്കാം, ഷിഫ്റ്റ് പ്രീമിയത്തിൽ എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് compensated by paying a premium to the workers who have worked for the odd hours shift. ഓക്കെ, ഇങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് പോലെ തോന്നും. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്താണ്, നമ്മള് സാധാരണ രീതിയിൽ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ടൈമിൽ തന്നെ അവർ വർക്ക് ചെയ്ത് പോകും. ദെൻ വീണ്ടും ചിലപ്പോഴൊക്കെ ഇപ്പൊ ഒരു 5 o'clock വരെയാണ് വർക്കിംഗിൽ, അതിനുശേഷം വർക്ക് ചെയ്യാൻ സന്നദ്ധരായ വ്യക്തികളുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? ഈവനിങ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റില് അങ്ങനെയൊക്കെ അവർ കുറച്ച് അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സന്നദ്ധരായ വ്യക്തികളുണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ സാധാരണ ടൈം ഷെഡ്യൂളിന് ശേഷം അവർ വർക്ക് ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള, നമുക്കറിയാം കമ്പനി എംപ്ലോയേഴ്സ് തൊഴിലുടമ അതിനുള്ള ഒരു ചാൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ഡ്യൂട്ടി ചെയ്യാം. അപ്പൊ ഈ അഡീഷണൽ ഡ്യൂട്ടിക്ക് അവർക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ടാവും? ഒരു കോമ്പൻസേഷൻ അല്ലെ, അവർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ ആരെങ്കിലും വർക്ക് ചെയ്യോ? ഓക്കെ, അപ്പൊ OT എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഓവർ ടൈം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഇങ്ങനെ ഡേ മാത്രമല്ല അല്ലെ, ഒരു ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സൺഡേ ഹോളിഡേ എന്നുള്ളതൊക്കെ ഒന്നിച്ച് വന്ന മന്ത്ലി ലാസ്റ്റ് ടൈമിലൊക്കെ എടുക്കുന്ന ഒരു ഡേ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് മാത്രമല്ല, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒക്കെ അവേഴ്സിലും കൂട്ടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു 5 മണി വരെയാണ് വർക്കിംഗ് അവേഴ്സ് എങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ 6 മണി വരെയും വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടുള്ള തൊഴിലാളികളും ഉണ്ടാവും അല്ലെ. പക്ഷെ അവർക്ക് എന്താണ്, മാന്യമായ കൂലി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം വേണ്ടേ? അവര് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഓഡ് അവേഴ്സ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കോ 2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവര് അല്ലെ, അവർക്കും എന്താണ് മതിയായ കൂലി ഇവര് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അതാണ്. അതായത് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ. ആ ഷിഫ്റ്റിന്റെ ഒപ്പം തന്നെ അവർ എന്താണ് അഡീഷണൽ ആയിട്ട് കുറച്ച് അവേഴ്സും കൂടിയൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ അവർക്ക് വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള കോമ്പൻസേഷൻ തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു കൂലി എന്താണ് എംപ്ലോയർ ഇവർക്ക് മതിയായ രീതിയിൽ നൽകും അല്ലെ. അങ്ങനെ അതുകൊണ്ടാണ് അവർ അഡീഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നത്. ചിലപ്പോഴാണെങ്കിൽ അഡീഷണൽ ഡ്യൂട്ടിക്ക് കുറച്ചും കൂടി പേയ്മെന്റ് കൂട്ടിക്കൊടുക്കും അല്ലെ. അത് അത്രത്തോളം മറ്റ് അവേഴ്സിനെ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി കൂടി പേയ്മെന്റ് ചിലപ്പോൾ കൂട്ടിക്കൊടുക്കും. അപ്പൊ എന്താണ്, തൊഴിലാളികള് അഡീഷണൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഷിഫ്റ്റ് പ്രീമിയം ക്ലിയർ ആയോ? ഓഡ് അവേഴ്സ് ഷിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. പ്രത്യേകിച്ച് വേറെ ഒന്നല്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അല്ലെ, അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അവര് അഡീഷണൽ ആയിട്ടുള്ള അവേഴ്സിൽ വർക്ക് ചെയ്യും, അതിനുള്ള പേയ്മെന്റ്. ഓക്കെ,
ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഒരു പോയിന്റ് കൂടിയുണ്ട്, പെയ്ഡ് വെക്കേഷൻ. എന്താണ് ഇതിൽ പറയുന്നത്? വർക്കേഴ്സ് who have worked for 40 days in a calendar year in the meaning of manufacturing and plantation sectors are entitled for paid vacation at the rate of 1 day for every 20 days worked in case of adult workers and at the rate of 1 day for every 15 days worked in case of minors. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു കലണ്ടർ ഇയറിൽ 240 ഡേയ്സ് ആണ് വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് ഉള്ള ഡേയ്സുകൾ വരുന്നത്. അതേമാതിരി തന്നെ അത് സാധാരണ രീതിയിൽ ഏതെങ്കിലും അല്ലെ പ്ലാന്റിംഗ് സെക്ടറുകളിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് നിർമ്മാതാക്കളുടെ സെക്ടറിലൊക്കെ അല്ലെങ്കിൽ ഖനനം എന്നൊക്കെയുള്ള രീതിയിലുള്ള തൊഴിലാളികളുടെ ഇടയിൽ ഒരു 240 അവേഴ്സ് അല്ലെ 240 ഡേയ്സ് ആണ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് വരുന്നത്. Then വീണ്ടും പറയുന്നു are entitled for paid vacation at the rate of 1 day for every 20 days. അല്ലെ 20 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം എന്താണ് ഹോളിഡേ ആണ് അല്ലെ. Okay, entitled for paid vacation at the rate of 1 day for every 20 days. അത് ആരുടെ കാര്യത്തിലാണ്? ഏജ് ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഒരു ഒത്തിരി മുതിർന്ന പൗരന്മാരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ 15 ദിവസം വർക്ക് ചെയ്താൽ ഒരു ഡേയ്സ് അവർക്ക് ഹോളിഡേ ആണ്. അതായത് വർക്കിംഗ് അല്ലെ, അവർക്ക് കൂലി മതിയായ രീതിയിൽ ആ ദിവസത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അതേമാതിരി വീണ്ടും പറയാണ് ആൻഡ് ദ റേറ്റ് ഓഫ് 1 day for every 15 days വർക്ക്ഡ് ഇൻ കേസ് ഓഫ് മൈനേഴ്സ്. മൈനേഴ്സ് ആണെങ്കിൽ അവർക്ക് അല്ലെ പ്രായപൂർത്തിയായ വ്യക്തികളുടെ ഒക്കെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഓരോ 15 ദിവസം അല്ലെ 15 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ അവർക്ക് ഒരു ദിവസം അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡേയ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് പേയ്മെന്റോട് കൂടിയിട്ടുള്ള വർക്കിംഗ് ലീവാണ് കിട്ടുന്നത്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അത് എല്ലാം തന്നെ എന്താണ് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ അവേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അത്തരത്തിലുള്ള പേയ്മെന്റ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റിൽ പറയുന്നത് എന്താണ്? പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. അവിടെ വർക്ക് ചെയ്യാത്ത തരത്തിലുള്ള ഡേയ്സിൽ അല്ലെങ്കിൽ അവേഴ്സിൽ കിട്ടുന്ന കൂലിയുടെ കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, കുറച്ചൊക്കെ നിയമപരമായിട്ടുള്ള ഇഷ്യൂ ആണ് അല്ലെ. നമ്മൾ ആക്ടിന്റെ കീഴിൽ വരുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സൺഡേക്ക് ഹോളിഡേ കൊടുക്കേണ്ടതാണ്. സൺഡേ ഹോളിഡേ കൊടുത്ത് അതിനോടൊപ്പം തന്നെ പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. ഇൻ കേസ് അതേമാതിരി തന്നെ ഈ ഹോളിഡേകളിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അവേഴ്സ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഖനികളിൽ തൊഴിൽ ചെയ്യുന്നവര് അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാതാക്കളുടെ രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്നവര് അല്ലെങ്കിൽ എന്താണ് പ്ലാന്റേഷൻ സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡേ ഹോളിഡേ ആണ്. അതേമാതിരി തന്നെ 20 ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹോളിഡേ ആണ്. അത് മുതിർന്ന പൗരന്മാരെ കണക്കാക്കി കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് കോമ്പൻസേഷൻസ് ഒക്കെ പ്രദാനം ചെയ്യേണ്ടതാണ്. അതായത് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഡേ നമുക്ക് ഇച്ചിരി കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇതിലേക്ക് വരും അല്ലെ. നമ്മളിപ്പോ എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങി. ഇനിയിപ്പോ ആക്ട് എന്താണെന്നും ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി അല്ലെ. എന്തെങ്കിലുമൊക്കെ ആക്ടിന്റെ കീഴിലാണെങ്കിൽ അതൊക്കെ പോകേണ്ടതാണ്. നിയമപരമായിട്ട് തന്നെയുള്ള കാര്യമാണ്. പിന്നെ എന്താണ് എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് താല്പര്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അല്ലെ ആ ജീവനാന്തം ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ കിട്ടുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം. എംപ്ലോയർ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ നിങ്ങളിൽ തന്നെ ഷെയർ ചെയ്തു. അവരുടെ കുറച്ചും കൂടി ബെനിഫിറ്റ് അവരെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിനെ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനെ തൃപ്തികരമാക്കിക്കൊണ്ട് പോകുക എന്നുള്ളൊരു കാര്യം കൂടി അവിടെ മുൻകൈ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള പാക്കേജുകളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ
കുറച്ച് കൂടുതൽ പോകാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് വായിച്ചു നോക്കാം. അടുത്തത് പറഞ്ഞാൽ മെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് ആക്ടുകളൊക്കെയാണ് അടുത്തതിൽ വരുന്നത്. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്താണ് പേയ്മെന്റ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ബോണസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ കുറച്ച് ആക്ടുകൾ, അതായത് നിയമാവശ്യങ്ങളാണ്. നിയമാവശ്യങ്ങളുടെ ഒരു പ്രത്യേകത, നിയമം എന്താണോ പറയുന്നത് അത് അവിടെയുള്ള കമ്പനിക്കാര് ഫോളോ ചെയ്യേണ്ടതാണ്, അല്ലെ? തൊഴിലുടമ അത് ഫോളോ ചെയ്യേണ്ടതാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് പറയുന്ന രീതിയിലുള്ള കൂലികളും പാക്കേജുകളൊക്കെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അത്രയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണ്? വേണമെങ്കിൽ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് എടുത്തു പോയാലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.